ഹായ് എവ്രി വൺ, എൻ്റെ പേര് അരീന ജിമിച്ചൻ. ഞാൻ ഇപ്പോൾ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ കഴിഞ്ഞ വർഷം പാലാ ബ്രില്യൻറ്റിലെ Q44 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ മീര മിസ്സും എൻ്റെ കോർഡിനേറ്റർ ജസ്റ്റിസ് സാറും അതേപോലെ എൻ്റെ ഡയറക്ടർ ജോർജ് സാറും ആയിരുന്നു. ഞാൻ പേൾ ഹോസ്റ്റലിലാണ് നിന്നത്. എൻ്റെ ഈ ഒരു ജേണിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹെൽപ്പായിട്ട് നിന്നത് ബ്രില്യൻറ്റിലെ ക്ലാസ്സുകൾ തന്നെയായിരുന്നു. വളരെ ബേസ് ലെവലിൽ നിന്ന് തുടങ്ങി അതേപോലെ വളരെ കൺസെപ്റ്റ് ഓറിയൻറ്റഡായി എല്ലാം പറഞ്ഞു തന്നാണ് അവിടുത്തെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഫാക്കൽറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ തന്നെ നല്ല ഫ്രണ്ട്ലി ആണ്, അപ്രോച്ചബിൾ ആണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയം വേണമെങ്കിലും അവരോട് ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ മീര മിസ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്കറിയാം ഇതൊരു സ്ട്രെസ്ഫുൾ ജേണിയാണ്. അപ്പം മിസ്സ് എപ്പോഴും ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. മാർക്കൊക്കെ കുറയുമ്പം വിളിച്ചിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് സാരമില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാമിന് മേടിക്കാം എന്ന് പറഞ്ഞ് മിസ്സ് എപ്പോഴും നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും അതേപോലെ ക്ലാസ്സിലാണെങ്കിലും എനിക്ക് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കൊന്ന് ഡൗൺ ആയി പോകാൻ തോന്നുമ്പോഴും അവർ പറയും, അവർ കൂടെയുള്ളവർ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ ബ്രില്യൻറ്റിൻ്റെ ലൈബ്രറി ഫെസിലിറ്റീസും റെഫറൻസ് ഫെസിലിറ്റീസും ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ലൈബ്രറി പറയാനാണെങ്കിൽ അവിടെ തൗസൻഡ്സ് ഓഫ് ബുക്സ് ഉണ്ട്, അതും ഡിഫറെൻറ്റ് ഓതേഴ്സിൻ്റെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ നടത്തുന്ന മോക്ക് ടെസ്റ്റുകളാണ്. നമുക്ക് വീക്ക്ലി എക്സാംസും ഉണ്ട്, മോഡൽ എക്സാംസും ഉണ്ട്. ഈ എക്സാംസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഒരു ഓപ്ഷനായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ പഠിച്ചൊരു രീതി എന്ന് പറയുമ്പം ഞാൻ ഡെയിലി പോർഷൻസ് മാക്സിമം കവർ ചെയ്യാൻ നോക്കും. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തത് വീക്ക്ലി എക്സാംസിനായിരുന്നു. പ്രത്യേകിച്ച് സാറ്റർഡേ സൺഡേസിലൊക്കെ നമുക്കിപ്പോൾ ബ്രില്യൻറ്റിൽ നിന്ന് 27 മെറ്റീരിയൽസോളം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ വീക്ക്ലി എക്സാംസിന് നമുക്ക് കുറച്ച് മാർക്ക് നല്ലൊരു മാർക്ക് കിട്ടും. അപ്പോൾ തന്നെ അതൊരു നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടാൻ സഹായിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ വീക്ക്ലി എക്സാംസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. പിന്നെ മോഡൽ എക്സാംസ് പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 3 to 4 മന്ത്സോളം മോഡൽ എക്സാംസ് കിട്ടും. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതേപോലെ നല്ല റിവിഷൻ ചെയ്യാനുള്ള ടൈമും നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം ആരും പഠിച്ച് തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കരുത്. ആ സമയത്ത് നമുക്ക് പഠിക്കാനും അതേപോലെ റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നല്ലൊരു ടൈം കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതിൽ ഒരു ചാപ്റ്ററിന് തന്നെ ഡിഫറെൻറ്റ് പ്രൊഫസേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ അതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ക്ലാസ് മിസ്സായാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലേണിംഗ് ആപ്പ് നോക്കി പഠിക്കാൻ പറ്റുമായിരുന്നു. അതേപോലെ അതിൽ ഡിഫറെൻറ്റ് മോക്ക് ടെസ്റ്റുകളുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ പറയാനാണെങ്കിൽ തന്നെ അതിൽ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ടാണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടാൻ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അത് നമുക്ക് പ്രൊഫസേഴ്സിനോട് ചോദിക്കാനും അതേപോലെ AI ജനറേറ്റഡ് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ മിസ്റ്റേക്ക് ബുക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് എല്ലാം കൂടെ പഠിക്കാനുള്ളൊരു ഓപ്ഷനില്ല. അപ്പോൾ നിങ്ങളിപ്പം വരുത്തുന്ന മിസ്റ്റേക്കുകളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ ഈ മിസ്റ്റേക്കിൽ നിന്ന് വേണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് ബുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. അതേപോലെ ഫിസിക്സും കെമിസ്ട്രിയും മെയിനായിട്ടും ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക. അതിപ്പം ഈ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കി പോവുകയാണെങ്കിൽ മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകും. ബയോളജി NCERT തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ മറന്നു പോകുന്ന കാര്യങ്ങൾ, ഇയേഴ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പ്രത്യേകം പഠിക്കണം. പിന്നെ മോഡൽ എക്സാംസ് നടക്കുന്ന സമയത്ത് നമ്മൾക്ക് മാർക്കിൽ ഒരുപാട് വേരിയേഷൻസ് വരും. എനിക്കൊക്കെ പറയാനാണെങ്കിൽ ഒരു ദിവസം ഇപ്പം നല്ല കൂടുതലാണെങ്കിൽ അടുത്ത ദിവസം നല്ല കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ മാർക്ക് വേരിയേഷൻസ് ഒരുപാട് വരും. പക്ഷേ അതൊന്നും കണ്ട് നമ്മൾ ടെൻഷൻ ആവരുത്. ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം മാർക്ക് നോക്കാതെ നമ്മൾ എത്ര പഠിച്ചു തീരുന്നു എന്ന് നോക്കി നന്നായിട്ട് വർക്ക് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അതാണ് വേണ്ടത്. പിന്നെ എൻ്റെ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു കോളേജാണ്. അക്കാഡമിക്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ടീച്ചേഴ്സും അതേപോലെ സീനിയേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി വരുന്ന നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം കൂളായിട്ടിരുന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ ടെൻഷൻ അടിക്കരുതെന്ന് പറയാൻ എളുപ്പമാണ്. അത് അടിക്കാതിരിക്കാനുള്ള മാർഗം അത് നമ്മൾ തന്നെ കണ്ടെത്തണം. മാക്സിമം കൂളായിട്ടിരുന്ന് പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക.
ഫിസിക്സ്, പ്രത്യേകിച്ച് ഫിസിക്സും കെമിസ്ട്രിയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. അത് നമ്മൾ ബേസ് ലെവൽ മാത്രം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കതേ ചെയ്യാൻ പറ്റൂ. ബേസ് ലെവൽ ചെയ്യുക, മോഡറേറ്റ് ചെയ്യുക, ഡിഫിക്കൽട്ട് ചെയ്യുക, അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ബയോളജി ആണെങ്കിൽ NCERT നന്നായിട്ട് പഠിക്കുക. അതേപോലെ ഇനോർഗാനിക് കെമിസ്ട്രി NCERT പഠിക്കുക എന്ന് പറയുമ്പം അതിലെ ഓരോ ലൈനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ ലൈനിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ NEET 2025 അസേർഷൻ റീസൺസും സ്റ്റേറ്റ്മെൻറ്റ്സും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിലും നന്നായി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക, നന്നായി പഠിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. കുറച്ച് സമയമെങ്കിലും നന്നായി പ്രാർത്ഥിക്കുക. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന ആൾക്ക് അത് തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വർക്ക് അത് 100% എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യുക. Brilliant Study Center, India's #1 coaching center for NEET and JEE.